Hello my dear friends, welcome to Teacher at Home. Today class we are going to learn the 5th chapter. Okay, haven't you learned the previous chapters? അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് Soldiers of Defense. ആ പാഠമാണ് പഠിക്കുന്നത്. Haven't you observed the picture of people wearing protective masks in places where epidemic spreads out? What are the uses of wearing mask in such situations? അപ്പോൾ മാസ്കിനെ പറ്റി അല്ലേ നമ്മൾ കേൾക്കാൻ തുടങ്ങിയത് ഈ ഒരു 2 കൊല്ലമായിട്ടേ ഉള്ളൂ അല്ലേ കേൾക്കാൻ തുടങ്ങിയിട്ട്. To prevent the entry of germs, അതായത് whenever people sneezing, coughing, through that germs will spread. അപ്പോൾ അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യണത്, മാസ്ക് യൂസ് ചെയ്യണത്. Can such precautions prevent the entry of pathogens into the body? To a large extent it can be prevented. Defense is the ability of the body to prevent the entry of pathogens and to destroy those which have already entered the body. Defense എന്ന് പറഞ്ഞാൽ എന്താ, തടുക്കുക അല്ലെ. ഏതെങ്കിലും ഒരു പാത്തോജൻസ് നമ്മുടെ ശരീരത്തിന്റെ അകത്തേക്ക് പ്രവേശിക്കുകയോ അതോ അത് നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രൊട്ടക്റ്റീവ് ലെയർ അണിയുന്നത്. Our body is well equipped with variety of നമ്മുടെ ബോഡിയുടെ ഓൾറെഡി എന്തുണ്ട്, ഡിഫൻസ് മെക്കാനിസം ധാരാളം ഉണ്ട്. എന്നിരുന്നാലും ചില പാത്തോജൻസ് ഈസിലി enter our body. Defense mechanism in our body coverings and secretions. അപ്പോൾ നമ്മുടെ ബോഡി കവറിങ്സിലും സെക്രീഷൻസിലും what we are seeing, that is skin, mucous membrane, mucous, saliva, tear, etc. ഇതൊക്കെയാണ് സെക്രീഷൻസ് എന്ന് പറയുന്നത് അല്ലേ. ബോഡി ഫ്ലൂയിഡ്സ്, they are the lymph and the blood. Body coverings and secretions. Skin is the protective covering of the body. Skin എന്ന് പറയുന്നത് തന്നെ എന്താണ്, ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ ആണ് അല്ലെ, ഒരു സേഫ്റ്റി മെഷർ തന്നെയാണ് നമ്മുടെ ബോഡിയുടെ. അപ്പോൾ പല മൈക്രോ ഓർഗാനിസംസും നമ്മുടെ ദേഹത്തെ എൻ്റർ ചെയ്യാതിരിക്കാൻ സ്കിന്ന് വളരെയധികം സഹായിക്കാറുണ്ട്. ഇറ്റ് ഈസ് എ സേഫ്റ്റി ഷീൽഡ് ദാറ്റ് പ്രിവെന്റ്സ് ദ എൻട്രി ഓഫ് ജേംസ്. അപ്പോൾ ഒരു ഷീൽഡ് പോലെയാണ്, നമ്മുടെ ബോഡിക്ക് ഒരു ഷീൽഡ് പോലെയാണ് അത് ആക്ട് ചെയ്യണത്. ദെൻ എപ്പിഡെർമിസ്, സ്കിൻ്റെ ലെയേഴ്സ് ആണ്, സ്കിൻ ആൻഡ് ഇറ്റ്സ് ഡിഫൻസ് മെക്കാനിസം. സ്കിന്നും അതിന്റെ ഡിഫൻസ് മെക്കാനിസം ആണ് ഇവിടെ കാണിക്കുന്നത്. സ്കിൻ, ദാറ്റ് ഈസ് എപ്പിഡെർമിസ്, that is outer layer. A protein called keratin that present here prevents the entry of germs. അപ്പോൾ ഈ ജേംസ് സ്കിന്നിന്റെ അകത്തേക്ക് എൻട്രി ചെയ്യാതെ തടുക്കുന്നത് ഏതാണ്, എപ്പിഡെർമിസും പിന്നെ ഒരു പ്രോട്ടീൻ കെരാറ്റിൻ, that is a protein which is present prevents the entry of germs. Next one is the sebaceous gland. Sebum produced by the gland make the skin oily and waterproof. അപ്പോൾ അടുത്തത് എന്താണ്, 3 ലെയർ ആണ് ഉള്ളത്. ഏതൊക്കെയാ, എപ്പിഡെർമിസും സെബേഷ്യസ് ഗ്ലാൻഡും പിന്നെന്താണ് സ്വെറ്റ് ഗ്ലാൻഡും. അപ്പൊ എപ്പിഡെർമിസ് എന്ന് പറയുന്നത് ഒരു പ്രോട്ടീൻ ആണ് അല്ലെ, മോളില് സ്കിന്നിന്റെ ഏറ്റവും ഔട്ടർ ലെയറിൽ കാണുന്നത്. ഇറ്റ് പ്രിവെന്റ്സ് എൻട്രി ഓഫ് ജേംസ്, ജേംസിന് എൻട്രി ചെയ്യണത് തടുക്കുന്നതാണ് എപ്പിഡെർമിസിന്റെ ചുമതല. സെബേഷ്യസ് ഗ്ലാൻഡ്, സീബം പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഗ്ലാൻഡ് മേക്ക് ദ സ്കിൻ ഓയിലി ആൻഡ് വാട്ടർ പ്രൂഫ്. അതായത് സെബം that is produced by the gland. ഈ ഗ്ലാൻഡ് എന്താ, സെബേഷ്യസ് ഗ്ലാൻഡ് എന്താ പ്രൊഡ്യൂസ് ചെയ്യുക, സെബം പ്രൊഡ്യൂസ് ചെയ്യും. In order to make the skin oily and waterproof. എപ്പോഴും ഒരു നനവ് തോന്നലും പിന്നെന്താണ് ഓയിൽ ആയിട്ട് ഇരിക്കാൻ കാരണം എന്താണ്, ഈ സെബേഷ്യസ് ഗ്ലാൻഡിന്റെ സെക്രീഷൻ ആയ സേബം അല്ലെ, സേബം അതിൽ പ്രസന്റ് ചെയ്ത which makes the skin oily and waterproof. Sweat gland, the disinfection present in the sweat produced in this gland destroy the germs. അപ്പൊ സെബേഷ്യസ് ഗ്ലാൻഡ്സിൽ അടുത്തത് എന്താണ്, സ്വെറ്റ് ഗ്ലാൻഡ് ആണ്. സ്വെറ്റ് ഗ്ലാൻഡ് ഓൾറെഡി വി ന്യൂ അല്ലെ, സ്വെറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. എക്സസ് ഓഫ് ഹീറ്റ് ഇൻ ദ ബോഡി ഇറ്റ് ഈസ് ബീൻ ത്രോൺ ഔട്ട് ത്രൂ സ്വെറ്റ്. Mucous membrane is another protective covering of the body parts. Pathogens trapped in the mucus produced in its membrane get destroyed. ഇതാണ് mucous membrane. The destroyed germs are expelled out by the cilia cells of the mucous membrane. അപ്പം മ്യൂക്കസ് മെംബ്രെയിനിൽ എന്തുണ്ട്, ധാരാളം സീലിയ സെൽസ് ഉണ്ട്. അതെന്താണ്, എന്താ പ്രൊട്ടക്റ്റീവ് ലെയർ. മ്യൂക്കസ് മെംബ്രെയിൻ ആണ് നമ്മുടെ ദേഹത്തിലുള്ള വേറൊരു പ്രൊട്ടക്റ്റീവ് കവറിങ്. അപ്പൊ പാത്തോജൻസ് എന്തെങ്കിലും ഈ മ്യൂക്കസിലേക്ക് ട്രാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഗെറ്റ് ഡിസ്ട്രോയിഡ്. ഏതൊക്കെയാ, ആൻഡ് എക്സ്പെൽഡ് ഔട്ട്, അവിടെ നിന്ന് തന്നെ ഡിസ്ട്രോയ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനെ പുറന്തള്ളുന്നത് ഏതിന്റെ സഹായത്തോടെയാണ്, സീലിയ സെൽസ് ആണ് മ്യൂക്കസ് മെംബ്രെയിനിൽ കവർ ചെയ്തിരിക്കുന്നത്. ആ സീലിയ സെൽസ് ആണ് ഈ ജേംസിനെ ഡിസ്ട്രോയ് ചെയ്യുക. Coverings of the body act as habitat for many useful bacteria. ബാക്ടീരിയയ്ക്കും അവരുടെ കവറിങ് എന്താണ്,
വളരെയധികം യൂസ്ഫുൾ ആണ്. The germs that enter the body need to compete with such useful bacteria for ഷെൽട്ടറും ന്യൂട്രീഷ്യൻസിനും ഒക്കെ എന്താണ് ഈ കവറിങ്സ് അത്യാവശ്യമാണ്. A great number of germs get destroyed in this competition. അപ്പം വളരെയധികം germs ഈ തരത്തിൽ destroy ചെയ്യപ്പെടാറുണ്ട്. Indicators: skin and defensor, mucous membrane and defensor. That is, these are the parts that are being seen. Earwax. അപ്പൊ ഇതൊക്കെ എന്തിനാണ് നമ്മുടെ ബോഡിയിൽ ഓരോ ഡിഫൻസ് മെക്കാനിസം ആണ്. ജേംസ് എൻ്റർ ചെയ്യണതിനെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ്. ലൈസോസൈം ഇൻ ടിയേഴ്സ്, മ്യൂക്കസ് ഇൻ ദ നോസ്, ലൈസോസൈം ഇൻ സലൈവ, mucus in trachea, HCl in stomach, mucus in intestine, lysozyme in urine. You have understood that body secretion like sweat, mucus, etc. destroy germs. Sweat ഉം mucus ഉം എന്തൊക്കെയാണ്? അതൊക്കെ germsനെ destroy ചെയ്യും. Parts of the body and secretion. This you have to write from this picture. Earൽ എന്താ secrete ചെയ്യണത്? Earwax. Noseലാണെങ്കിലോ that is lysozyme in tears. Mucus, it is in the nose. Then saliva, lysozyme, mucus in trachea, HCl in stomach, mucus in intestine, lysozyme in urine. Body fluids and defense. Body fluids like blood and lymph play an important role in defense mechanism. അപ്പോൾ ഈ ഡിഫൻസിന് പറ്റിയ വേറെ സബ്സ്റ്റൻസ് ഏതൊക്കെയാണ്? ബ്ലഡും ലിംഫും ആണ് ബോഡി ഫ്ലൂയിഡ്സ്. ദീസ് ബോഡി ഫ്ലൂയിഡ്സ് ഫോളോ ഡിഫറെന്റ് സ്ട്രാറ്റജീസ് ലൈക്ക് കൺട്രോൾ. അപ്പൊ അത് ഡിഫറെന്റ് സ്ട്രാറ്റജീസ് പ്ലേ ചെയ്യും. എന്തൊക്കെയാണ്? ജേംസിനെ എൻ്റർ ചെയ്യണത് കൺട്രോൾ ചെയ്യുക, പിന്നെ ന്യൂട്രലൈസിങ് ജേംസ് ആൻഡ് ദ ടോക്സിക് സബ്സ്റ്റൻസസ് ദാറ്റ് പ്രൊഡ്യൂസ്, അല്ലെ, ടോക്സിക് സബ്സ്റ്റൻസസ് പ്രൊഡ്യൂസ് ചെയ്തത് പ്രിവെന്റിങ് ദെയർ മൾട്ടിപ്ലിക്കേഷൻ. എന്താണ്? അവർ മൾട്ടിപ്ലിക്കേഷൻ തടയുക. അതൊക്കെയാണ് എന്ത് പ്ലേ ചെയ്യണത്? ബോഡി ഫ്ലൂയിഡ്സ് ഹെൽപ്പ് ചെയ്യുക. വാട്ട് ആർ ദ വൈറ്റ് ബ്ലഡ് സെൽസ് ആൻഡ് ദ ഡിഫൻസ് മെക്കാനിസം? വൈറ്റ് ബ്ലഡ് സെൽസ് ഏതൊക്കെയാ? ന്യൂട്രോഫിൽ, അല്ലെ, നമ്മുടെ ദേഹത്തിലുള്ള ബ്ലഡ്സിൽ രണ്ട് ടൈപ്പ് സെല്ലുണ്ട്. ഏതൊക്കെയാ? RBC, WBC, then one is a platelets. So here comes the WBC, neutrophil, basophil, eosinophil, monocyte and lymphocyte. These cells we can observe through the microscope. Defense mechanism. What is the defense mechanism of neutrophil? It engulfs the bacteria, അല്ലെ. അപ്പൊ എന്തെങ്കിലും ഒരു ബാക്ടീരിയ നമ്മുടെ സെല്ലിന്റെ അകത്തേക്ക് ഇവിടെ വരികയാണെങ്കിൽ അതിനെ എൻഗൾഫ് ചെയ്യാനും പിന്നെന്താണ് സിന്തസൈസ് കെമിക്കൽ ദാറ്റ് ഡിസ്ട്രോയ് ബാക്ടീരിയ. അപ്പൊ അത് കെമിക്കൽസ് സെക്രീറ്റ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ട്? ആ ബാക്ടീരിയനെ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് ഇസ് ബാസോഫിൽ. ഇറ്റ് സ്റ്റിമുലേറ്റ് അതർ വൈറ്റ് ബ്ലഡ് സെൽസ്, ഡൈലേറ്റ്സ് ദ ബ്ലഡ് വെസൽസ്. വേറെ വൈറ്റ് ബ്ലഡ് സെല്ലിനെ എന്ത് ചെയ്യും? The strength will be powered, thus dilating the blood vessel. Eosinophils synthesize chemicals that destroy foreign bodies. എന്തെങ്കിലും ഫോറിൻ ബോഡീസ് നമ്മുടെ ദേഹത്തേക്ക് എൻ്റർ ചെയ്യുകയാണെങ്കിൽ അതിനെ സിന്തസൈസ് ചെയ്യാനാണ് ഈസ്നോഫിലിന്റെ ഡ്യൂട്ടി. കെമിക്കൽസ് റിക്വയർഡ് ഫോർ ദ ഇൻഫ്ലമേറ്ററി റെസ്പോൺസസ്. മോണോസൈറ്റ് engulfs. So all these white blood cells, their main action is the defense mechanism. Their defense by destroying the germs that is entering our body. Lymphocyte identifies and destroys germs specifically. അപ്പൊ ഇപ്പൊ എല്ലാം നമ്മൾ നോക്കുമ്പോൾ എന്താ കാണുന്നത്? എന്തെങ്കിലും ജേംസ് നമ്മുടെ ദേഹത്തേക്ക് എൻ്റർ ചെയ്യുകയാണെങ്കിൽ അതനുസരിച്ചുള്ള കെമിക്കൽസ് അത് സെക്രീറ്റ് ചെയ്തിട്ട് അതിനെ ഡിസ്ട്രോയ് ചെയ്യും. അപ്പൊ ഇതൊക്കെ നമ്മൾ ഇതിലൂടെ ഒബ്സർവ് ചെയ്യാം, മൈക്രോസ്കോപ്പിലൂടെ ഒബ്സർവ് ചെയ്യുമ്പോഴാണ് ഈ ന്യൂട്രോഫിൽ, ബേസോഫിൽ, ഈസ്നോഫിൽ, മോണോസൈറ്റ് ആൻഡ് ലിംഫോസൈറ്റ് ക്യാൻ ബി സീൻ ഇൻ എ പെർട്ടിക്കുലർ വേ. പിന്നെ ബ്ലഡിൽ ആവശ്യമായ പെർസെൻറ്റേജ് ഉണ്ട് ഓരോന്നിനും. That we don't need to study now. Inflammatory response. Haven't you noticed when a wound occurs, the palm swells up? This is called inflammatory response. ഈ പിക്ചറിൽ എന്താ കാണിക്കുന്നത്? ഇൻഫ്ലമേറ്ററി റെസ്പോൺസ്, അല്ലെ. നമ്മൾ എന്താ ഒരു മുറിവുണ്ടാവുകയാണ്. ആ മുറിവുണ്ടാവുന്ന സമയത്ത് എന്താവും? ജേംസിന് പെട്ടെന്ന് അതിന്റെ അകത്തേക്ക് ചെല്ലാൻ പറ്റും. അപ്പൊ ഓട്ടോമാറ്റിക്കലി ദ കെമിക്കൽസ് വിൽ ബി പ്രൊഡ്യൂസ്. ദിസ് ഡോട്ട് റെപ്രസെന്റ്സ് ദ കെമിക്കൽസ്. പിന്നെ ബ്ലഡ് കാപ്പിലറീസ് ഡൈലേറ്റ്സ്, അല്ലെ. ഇതിൽ നിന്ന് എന്താണ്? ബ്ലഡ് ഊസസ് ഔട്ട്. അപ്പൊ ബ്ലഡ് കാപ്പിലറീസ് അത് കണ്ടില്ലേ? ബ്ലഡ് കാപ്പിലറി ഡൈലേറ്റ് ചെയ്യാണ്, ഷേപ്പ് തന്നെ മാറിപ്പോണു. പിന്നെന്താ? ഡൈലേറ്റ്. വൈറ്റ് ബ്ലഡ് സെൽസ് റീച്ച് ദ വൂണ്ട് സൈറ്റ് ത്രൂ ദ വാൾസ് ഓഫ് ദ കാപ്പിലറീസ്. വൈറ്റ് ബ്ലഡ് സെൽ എന്ത് ചെയ്യും? അതിൽ നിന്ന് കാപ്പിലറീസ് വാൾസ് വൂണ്ടിന്റെ അടുത്തേക്ക് അത് പ്രവേശിക്കും. ന്യൂട്രോഫിൽസ് ആൻഡ് മോണോസൈറ്റ് എൻഗൾഫ് ആൻഡ് ഡിസ്ട്രോയ് ജെംസ്. അപ്പൊ എന്താ സംഭവിക്കുന്നത്? whenever we are having one wound, അല്ലെ, വൂണ്ട് ഒരു മുറിവുണ്ടാവുന്ന സമയത്ത് ജേംസ് പെട്ടെന്ന് അകത്തേക്ക് പ്രവേശിക്കുകയാണ്. ആ സമയം കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് അതിനെ തടുക്കും. ദെൻ
the blood capillaries. അപ്പോൾ ബ്ലഡിലുള്ള ബ്ലഡ് കാപ്പിലറീസ് ഡൈലേറ്റ് ചെയ്തിട്ട് അതിന്റെ അടുത്തേക്ക് പോയിട്ട് അപ്പൊ എന്താ സംഭവിക്കുക, വൈറ്റ് ബ്ലഡ് സെൽസ് ഉണ്ടല്ലോ, വൈറ്റ് ബ്ലഡ് സെൽസ് ആ വൂണ്ടിന്റെ അകത്തേക്ക് വന്നിട്ട് എങ്ങനെയാ വരിക, ത്രൂ ദ വാൾസ് ഓഫ് ദ കാപ്പിലറീസ്. ന്യൂട്രോഫിൽസും മോണോസൈറ്റും ആ ജേംസിന് എൻ്റർ ചെയ്തത് ഡിസ്ട്രോയ് ചെയ്യും. The cells get damaged by a wound or an infection, produce certain chemical substances. ആ സബ്സ്റ്റൻസ് എന്ത് ചെയ്യും, ഡൈലേറ്റ് ദ കാപ്പിലറീസ്, thereby increasing the blood flow. അല്ലെ, മുറിവുണ്ടാകുമ്പോൾ കണ്ടമാനം ചോര പുറത്തേക്ക് പോകുന്നത് കണ്ടില്ലേ, ഹൗ ഇറ്റ് ഈസ് ഒക്കറിങ്, എന്താണ് ആ സബ്സ്റ്റൻസ് എന്ത് ചെയ്യും, ഈ കാപ്പിലറീസിനെ ഡൈലേറ്റ് ചെയ്തിട്ട് blood flow increase ചെയ്യുക. Blood plasma and white blood cells, it automatically will reach the wound site. Then there comes the neutrophil and basophil that will destroy the germs that is being entering our body. Phagocytosis. Phagocytosis, it is a process that is, the meaning is engulfing and destroying of germs. അല്ലേ, ഒരു കപ്പ് പോലെ ആക്കിയിട്ട് അതിനെ engulf ചെയ്തിട്ട് destroy ചെയ്യലാണ് phagocytosന്റെ main property. The cells that are engaged in the process are called phagocytes. അപ്പോൾ phagocytosis എന്ന് പറഞ്ഞാൽ എന്താണ്, it is a process that is of engulfing and destroying. എന്തെങ്കിലും germs എൻ്റർ ചെയ്യുകയാണെങ്കിൽ അതിനെ engulf ചെയ്യുക, മൂടുക, എന്നിട്ട് ഡിസ്ട്രോയ് ചെയ്യുക, അതിനെയാണ് നമ്മൾ എന്താ പറയുക, phagocytosis എന്ന് പറയുക. phagocytosis, cyto means cell, phago means engulfing. So the cells that are engaged, അപ്പൊ ഏതൊക്കെ സെൽസ് ആണ് ഈ പ്രോസസ്സിൽ എൻഗേജ്ഡ് ആയിരിക്കണേ അവരെന്നെയാണ് നമ്മൾ എന്ത് പറയുക, phagocytes എന്ന് പറയുക. phago to engulf and cyte means self, cell. The white blood cell, namely ഏതൊക്കെ white blood cells are, monocyte, neutrophil are phagocytes. So the monocytes and neutrophils, they are phagocytes. അപ്പൊ ഇതാണ് phagocytosis എന്നുള്ള പ്രോസസ് നടക്കുന്നത്, engulfing. See, pathogen കയറുമ്പോൾ എന്താ സംഭവിക്കണത്, അതൊരു കുഴി പോലെ ഫോം ചെയ്യാണ് അല്ലെ. അപ്പൊ engulf the pathogen in the membrane sac, അതിനെ അകത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് എന്താവും, ഒരു ചാക്ക് പോലെ ഫോം ചെയ്യും. Then it is being closed. Lysosome. A lysosome combines with the membrane sac. ഇവിടെ automatic present lysosome എന്ത് ചെയ്യും, ഈ membrane sac ആയിട്ട് combine ചെയ്യും. Then pathogens are degenerated and destroyed by the enzymes. അപ്പോൾ ഈ എൻ്റർ ചെയ്ത പാത്തോജൻ ഇല്ലേ, അതിനെ ഈ ലൈസോസൈം വന്നിട്ട് ഡിസ്ട്രോയ് ചെയ്യും, അതിന്റെ അകത്തേക്ക് പ്രവേശിച്ചിട്ട് അത് ഡിസ്ട്രോയ് ചെയ്യുക. ബ്ലഡ് ക്ലോട്ടിംഗ്, ഇറ്റ് ഈസ് എ മെക്കാനിസം, ഇസ് ഓൾസോ എ ഡിഫൻസ് മെക്കാനിസം. അപ്പൊ ബ്ലഡ് ക്ലോട്ടിംഗ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഡിഫൻസ് മെക്കാനിസം ആണ് അല്ലെ. ചേഞ്ചസ് ദാറ്റ് ടേക്ക് പ്ലേസ് ഡ്യൂറിംഗ് ദ ബ്ലഡ് ക്ലോട്ടിംഗ്, ഇറ്റ് ഈസ് കൺസോളിഡേറ്റഡ്. അപ്പൊ ബ്ലഡ് ക്ലോട്ടിങ്ങിന്റെ സമയത്ത് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, അതിൽ ഏതൊക്കെ സബ്സ്റ്റൻസ് ആർ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ടിഷ്യൂ പ്ലേറ്റ്ലെറ്റ്സും ആണ് എന്തില്, ദ വൂണ്ട് ഡീജനറേറ്റ് ടു ഫോം ദ എൻസൈം കോൾഡ് ത്രോംബോപ്ലാസ്റ്റിൻ. അപ്പൊ ടിഷ്യൂവും പ്ലേറ്റ്ലെറ്റും ആണ് ഒരു ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്ന സമയത്ത് ദാറ്റ് വിൽ ബി പ്രസന്റ് ദർ അല്ലെ, ടിഷ്യൂസിൽ പ്ലേറ്റ്ലെറ്റ്സ്. അപ്പൊ അവരുടെ റോൾ എന്താന്ന് പറഞ്ഞാൽ അവരൊരു എൻസൈം സെക്രീറ്റ് ചെയ്യും, ദാറ്റ് ഈസ് ദ ത്രോംബോപ്ലാസ്റ്റിൻ. പ്രോത്രോംബിൻ ഇൻ പ്ലാസ്മ, അപ്പൊ പ്ലാസ്മയിൽ എന്താ ഉള്ളത്, പ്രോത്രോംബിൻ, ഇറ്റ് ഈസ് പ്രസന്റ് ഇൻ plasma. Plasma means that is when we are centrifuging a blood, we will get the residue, that is serum left behind, and the top portion will be the plasma. അപ്പൊ ആ പ്ലാസ്മയിൽ എന്തുണ്ട്, പ്രോത്രോംബിൻ ഉണ്ട്. That prothrombin undergo thromboplastin, that is prothrombin in the presence of thromboplastin, calcium and vitamin K, it is being converted into thrombin. അപ്പൊ പ്രോത്രോംബിൻ ഇൻ പ്ലാസ്മയാണ് അല്ലെ. പ്രോത്രോംബിൻ ഇൻ പ്ലാസ്മ എന്ത് ചെയ്യും, ത്രോംബോപ്ലാസ്റ്റിന്റെ സഹായത്തോട് കൂടിയിട്ട് കാൽഷ്യമും വൈറ്റമിൻ കെയും പ്രസൻസിൽ എന്ത് ഫോം ചെയ്യും, ത്രോംബിൻ ഫോം ചെയ്യും. ദിസ് ത്രോംബിൻ ഇൻ ദ പ്രസൻസ് ഓഫ് ഫൈബ്രിനോജൻ, ഇറ്റ് ഫോംസ് ഫൈബ്രിൻ ഫൈബേഴ്സ്. അപ്പൊ മുറിവുള്ള ഭാഗത്ത് നമ്മൾ കണ്ടിട്ടില്ലേ ഫൈബ്രിൻ ഫൈബേഴ്സ് ഫോം ചെയ്ത്. The red blood cells and platelets get entangled in the network of fibrin fibers to form the blood clot. Blood clotting help to prevent the bleeding. അപ്പൊ blood clot എന്തിനെ ഹെൽപ്പ് ചെയ്യുക, ബ്ലീഡിങ് പ്രിവെന്റ് ചെയ്യും. Check the entry of pathogens to the wounds. As blood clot, the process of healing of wound also begins. Blood clot നടന്നു കഴിഞ്ഞാൽ പിന്നെന്താണ്, മുറിവ് ഉണങ്ങാൻ തുടങ്ങും. Activate partial prothrombin thromboplastin time. APTT is a test to detect the cause of excess bleeding or lack of clotting of blood. അതായത് കണ്ടമാനം ബ്ലീഡിംഗ് ഉള്ള സമയത്തും പിന്നെ എന്താണ് ക്ലോട്ട് ഫോം ചെയ്യുക അല്ലെ, ക്ലോട്ട് ഫോം ചെയ്യാതിരിക്കുക, അതിന്റെയൊക്കെ റീസൺസ് കണ്ടുപിടിക്കാനാണ് APTT ടെസ്റ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ആക്ടിവേറ്റഡ് പാർഷ്യൽ ത്രോംബോപ്ലാസ്റ്റിൻ ടൈം. സ്പെസിഫിക് റിയേജൻസ് ആർ ആഡഡ് ടു ദ ബ്ലഡ് സാമ്പിൾ ആൻഡ് ദ ടൈം ടേക്കൺ. അപ്പൊ ചില സബ്സ്റ്റൻസ് അതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ, റിയേജൻസ് ആഡ് ചെയ്യുമ്പോൾ എത്ര ടൈമിലാണ് ഈ ബ്ലഡ് ക്ലോട്ട് ഫോം ചെയ്യണത്,
The normal value for this test is 30 to 40 seconds. The quantity and action of the factors that help in the blood clotting can be detected. When a wound occurs, bleeding leads for 2 to 7 minutes and it clots within 8 to 15 minutes. അപ്പോൾ ഇങ്ങനെ സംഭവിക്കാതിരിക്കുന്ന പേഷ്യൻസിനാണ് നമ്മൾ എന്ത് ചെയ്യുക APTT ടെസ്റ്റ് ചെയ്യുക. എത്ര മിനിറ്റിലാണ് ക്ലോട്ടിംഗ് സംഭവിക്കുക. അപ്പോൾ ഈ ക്ലോട്ടിംഗ് നടക്കണമെന്നില്ല നോർമലി. സോ ദേ ആർ ആഡിങ് സം കെമിക്കൽസ് ഓർ സം കെമിക്കൽ റിയേജൻസ് in order to form the clot. Healing of wound. Healing is a stage after inflammatory response and blood clotting. അപ്പോൾ after inflammatory response blood clot ചെയ്ത സമയത്ത് അത് കഴിഞ്ഞാലാണ് എന്ത് മുറിവുണങ്ങാൻ തുടങ്ങുക. When a wound occurs, new similar tissues are formed in place of the tissues damaged or lost by the wound. അതായത് ഒരു മുറിവ് ഉണ്ടാകുന്ന സമയത്ത് ന്യൂ സിമിലർ ടിഷ്യൂസ് അതുപോലെ തന്നെ പുതിയ ടിഷ്യൂസ് ഫോം ചെയ്യും. പിന്നെന്താണ് in place of the tissues damaged, tissue damage ആയ സ്ഥലത്ത് പുതിയ ടിഷ്യൂസ് ഫോം ചെയ്യും or lost by the wound. In such situation, wound scar does not remain. അങ്ങനത്തെയുള്ള സിറ്റുവേഷനിൽ എന്താണ് ആ പാട് അവിടെ ഉണ്ടാവില്ല. But in cases where new similar tissues cannot be found, പുതിയ ടിഷ്യൂ ഫോം ചെയ്യാത്ത സ്ഥലത്താണ് എന്ത് കണക്റ്റീവ് ടിഷ്യൂ heals the wound. അല്ലെ, ഇപ്പൊ നമ്മൾ എന്താ പറഞ്ഞ ഒരു wound occur ചെയ്യുന്ന സമയത്ത് wound അവിടെ പുതിയ ടിഷ്യൂസ് അല്ലെ ന്യൂ സിമിലർ ടിഷ്യൂസ് ഒരേപോലത്തുള്ള പുതിയ ടിഷ്യൂസ് ഫോം ചെയ്യുകയാണെങ്കിൽ അവിടെ സ്കാർ റിമെയിൻ ചെയ്യില്ല. ബട്ട് ഇൻ ദ കണ്ടീഷൻസ് വേർ ദ കണക്റ്റീവ് ടിഷ്യൂ ആണ് ഹീൽ ചെയ്യണത് എങ്കിൽ ആ മുറിവിനെ ഉണക്കുന്നതെങ്കിൽ സ്കാർ അവിടെ റിമെയിൻ ചെയ്യും അല്ലെ, മാർക്ക് ഉണ്ടാവും. ഇൻഫെക്ഷൻസ് ത്രൂ വോണ്ട് സ്ലോ ഡൗൺ ദ ഹീലിംഗ് പ്രോസസ്. A strong defense system accelerates the process of wound healing and reduces the chance of infection. Fever, it is a defense mechanism. വേറൊരു ഡിഫൻസ് മെക്കാനിസം എന്താണ് പനി വരിക. The normal body temperature is 37 degrees Celsius. നോർമൽ ആയിട്ടുള്ള ബോഡി ടെമ്പറേച്ചർ 37 ഡിഗ്രി സെൽഷ്യസ്, ദാറ്റ് ഈസ് 98.6 degree Fahrenheit. Fever is a condition when the body temperature rises above the normal level. അപ്പം നമ്മുടെ ഫീവർ എപ്പോഴാണ് ഒക്കർ ചെയ്യുക നോർമൽ ലെവലിനെ കാട്ടിയും കൂടുമ്പോൾ, ദാറ്റ് ഈസ് 37 ഡിഗ്രി സെൽഷ്യസിനെ കാട്ടിയും കൂടുമ്പോഴാണ് ഫീവർ ഒക്കർ ചെയ്യുക. Is it a disease or a symptom? അതൊരു അസുഖമാണോ അല്ലെങ്കിൽ ഇനി സിംറ്റം ആണോ? That is pathogen enter the body. Pathogens നമ്മുടെ ശരീരത്തേക്ക് പ്രവേശിക്കുകയാണ്. A presence of toxins produced by the pathogens stimulate the white blood cells. അപ്പോൾ ടോക്സിൻ അല്ലെ, ടോക്സിൻ എന്ത് ചെയ്യും produced by the pathogens. The toxin that is pathogens produce ചെയ്യുന്ന ടോക്സിൻ ഉള്ള വിഷജീവികൾ that will stimulate, അത് നമ്മുടെ വൈറ്റ് ബ്ലഡ് സെല്ലിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. A chemical substance produced by the white blood cell raises the body temperature up. അപ്പോൾ വൈറ്റ് ബ്ലഡ് സെൽസ് എന്താ പ്രൊഡ്യൂസ് ചെയ്യുക, കെമിക്കൽ സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ് ചെയ്യും. that in turn will raise the body temperature. അതായത് ആദ്യം ഈ പാത്തോജൻസ് ഡിസീസ് കോസിംഗ് ജേംസ് നമ്മുടെ ശരീരത്തേക്ക് പ്രവേശിക്കും. അപ്പൊ എന്താ ചെയ്യാം, ഈ പാത്തോജൻസ് പ്രൊഡ്യൂസ് ചെയ്ത ടോക്സിൻ നമ്മുടെ വൈറ്റ് ബ്ലഡ് സെൽസ് ആണല്ലോ ഡിഫൻസ് മെക്കാനിസം, ആ ഡിഫൻസിനെ തന്നെ ഒന്ന് മീൻസ് ഷഫിൾ. At that time, this chemical substance produced by the white blood cell, they in turn will raise the body temperature. അപ്പൊ ഈ ബോഡി ടെമ്പറേച്ചർ എന്തിനാ ഈ ബോഡി ടെമ്പറേച്ചർ റേസ് ചെയ്യണത്, അതൊരു ഡിഫൻസ് മെക്കാനിസം ആണ് അല്ലെ. ഈ ഇത് റേസ് ചെയ്യുമ്പോൾ പാത്തോജൻസിന്റെ മൾട്ടിപ്ലിക്കേഷൻ മെല്ലെ ഒന്ന് സ്ലോ ഡൗൺ ആവും. പെട്ടെന്ന് നശിപ്പിക്കാൻ പറ്റില്ല, പക്ഷെ അത് സ്ലോ ഡൗൺ ആവും. ഇൻക്രീസ് ദ എഫക്ട് ഓഫ് ഫാഗോസൈറ്റോസിസ്. ഫാഗോസൈറ്റോസിസ് ദാറ്റ് ഈസ് എൻഗൾഫിംഗ് ദ germs entering the body. When infection becomes uncontrollable, the body temperature may rise tremendously. We take means അല്ലേ, ഇൻഫെക്ഷൻ നമുക്ക് കൺട്രോൾ ചെയ്യണത് പരിധിനെക്കാട്ടി അപ്പുറമാണെങ്കിൽ എന്താണ് ബോഡി ടെമ്പറേച്ചർ കൂടിക്കൊണ്ടേയിരിക്കും, പനി വിട്ടുമാറാതെ ഇരിക്കും. വി മേ ടേക്ക് അല്ലേ, അപ്പോഴാണ് നമ്മൾ ഈ മരുന്നെടുക്കലും ഒക്കെ ചെയ്യാറ്. ബട്ട് ഈസ് അഡ്വൈസബിൾ ടു ട്രീറ്റ് ആഫ്റ്റർ ഡയഗ്നോസിങ് ദ എക്സാക്ട് റീസൺ. അപ്പൊ ശരിയായ അസുഖം എന്തെന്ന് കണ്ടുപിടിച്ച ശേഷം അതിനെ ട്രീറ്റ് ചെയ്യാവും ഏറ്റവും ഉചിതമായത്. If the rise in body temperature persists for a long time, it may badly affect the internal organs, including the brain. അപ്പൊ ഈ ബോഡി ടെമ്പറേച്ചർ കുറയാതെ കണ്ടിന്യൂസ് ആയിട്ട് ഇത് റേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്താ ബാധിക്കുക, നമ്മുടെ ഉള്ളിലുള്ള ഓർഗാൻസിനെ ഇൻക്ലൂഡിങ് ദ ബ്രെയിനിനെ വരെ ഇത് അഫക്റ്റ് ചെയ്യും. You have understood some mechanisms that help to prevent and destroy the entry of germs. Non-specific defense mechanism is a mechanism that protects us from all pathogens without considering the characteristic features.
Lymphocytes are the blood cells that specifically identify and destroy. Lymphocytes എന്ന് പറയുന്നത് എന്താണ്? Blood cells ആണ് അല്ലേ? White blood cells that identify and destroy. എന്താണ്? Pathogen destroy ചെയ്യാനുള്ള കഴിവ് lymphocytes-നുണ്ട്. Lymphocytes are barrier. It is classified into B lymphocytes and T lymphocytes. Foreign bodies or pathogens that enter the body and stimulate the defense mechanism is called antigens. അപ്പോൾ എന്താണ് നമ്മൾ ആന്റിജൻസ് എന്ന് പറഞ്ഞാൽ എന്താ? Foreign and stimulate the defense mechanism അല്ലേ? ഫോറിൻ ബോഡീസ് നമ്മുടെ ശരീരത്തേക്ക് പ്രവേശിച്ചിട്ട് നമ്മുടെ ഡിഫൻസ് മെക്കാനിസത്തിനെ തന്നെ ഒന്ന് സ്പീഡപ്പ് ചെയ്യണതിനെയാണ് നമ്മൾ ഈ ആന്റിജൻസ് എന്ന് പറയുക. അപ്പൊ ആന്റിജൻസിനെ തടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ആന്റിബോഡി, we are giving antibodies. The defense mechanism that identifies the structure of each antigen and destroys it specifically is called defense mechanism. അപ്പോൾ ഈ ഡിഫൻസ് മെക്കാനിസം ഈ ഓരോ ആന്റിജനെയും തിരിച്ചറിഞ്ഞിട്ട് അതിനെ നശിപ്പിക്കുന്നതിനെയാണ് എന്ത്? സ്പെസിഫിക് ഡിഫൻസ് എന്ന് പറയുന്നത്. വൈറ്റ് ബ്ലഡ് സെൽസ് നോൺ ആസ് ലിംഫോസൈറ്റ്സ് ആർ കേപ്പബിൾ അല്ലെ? വൈറ്റ് ബ്ലഡ് സെൽസ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് എന്ത്? കേപ്പബിൾ ഓഫ് ഡിസ്ട്രോയിങ് പാത്തോജൻസ് ഇൻ ദിസ് വേ. ലിംഫോസൈറ്റ്സ് ആർ ഫോംഡ് ഇൻ ദ ബോൺ മാരോ ആർ ഓഫ് 2 types. ബോണിൽ ഫോം ചെയ്യുന്നത് എന്താണ്? 2 ടൈപ്പുകളുണ്ട്. Those that mature in the bone marrow are called B lymphocyte. In the thymus അല്ലെ? ബിയും ടിയും. ബി എന്താണ്? ബോൺ മാരോയിലുള്ളതാണ്, അത് ബി ലിംഫോസൈറ്റ്. ടി ആണെങ്കിലോ തൈമസ് ഗ്ലാൻഡിലുള്ളത്. So it is T lymphocyte. Now coming under the B lymphocyte. B lymphocyte produce certain proteins. അപ്പൊ ഇതൊക്കെ എന്തിനാ വേണ്ടിയിട്ടുള്ളതാണ്? നമ്മുടെ ശരീരത്തിനകത്തേക്ക് പ്രവേശിക്കുന്ന ജേംസിനെ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ലിംഫോസൈറ്റ്. ബി ലിംഫോസൈറ്റിന്റെ മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഇറ്റ് പ്രൊഡ്യൂസ് സർട്ടൻ പ്രോട്ടീൻസ് ദാറ്റ് ആക്ട് അഗൈൻസ്റ്റ് അല്ലെ? കുറച്ച് പ്രോട്ടീൻസ് സെക്രീറ്റ് ചെയ്യും. അതെന്താണ്? ആന്റിജൻസിനെതിരെ ഇറ്റ് വിൽ ആക്ട് ആൻഡ് ആർ കോൾഡ് ആന്റിബോഡീസ്. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ആന്റിബോഡീസ് എന്ന് പറയുക. ഡിസ്ട്രോയ് ദ ബാക്ടീരിയ ബൈ ഡിസിൻറ്റിഗ്രേറ്റിംഗ് ദ സെൽ മെംബ്രെയിൻ അല്ലെ? അതിന്റെ സെൽ മെംബ്രെയിനെ നശിപ്പിച്ചിട്ട് destroy ചെയ്യുക. Neutralize the toxins of the antigens. Then destroy the pathogen that stimulating the white blood cell. അപ്പോൾ lymphocytes എന്ത് ചെയ്യും? പ്രോട്ടീൻ സെക്രീറ്റ് ചെയ്യും. That is known as the antibodies. Its main duty is to destroy the cell membrane അല്ലേ? Disintegrating the cell membrane. പിന്നെന്താണ്? Neutralize the toxins. അത് പ്രൊഡ്യൂസ് ചെയ്ത ടോക്സിൻസിനെ ഒന്ന് അതിന്റെ തോതൊന്ന് കുറയ്ക്കുക. പിന്നെ destroy the pathogens അല്ലേ? വൈറ്റ് ബ്ലഡ് സെൽസിനെ അഫക്ട് ചെയ്യുന്ന പാത്തോജൻസിനെയും ഡിസ്ട്രോയ് ചെയ്യുക. Then next is the T lymphocyte. Stimulate other defense cells of the body. Destroy the cells affected by. അപ്പോൾ വൈറസ് കൊണ്ട് അഫക്റ്റ് ആയതിനെ ഡിസ്ട്രോയ് ചെയ്യുക. പിന്നെ ക്യാൻസർ സെൽസിനെ ഡിസ്ട്രോയ് ചെയ്യുക. പിന്നെന്താണ്? വേറെ ഡിഫൻസ് സെൽസിന് നമ്മളുടെ ബോഡിയിലേക്ക് എൻ്റർ ചെയ്യുന്നതിനെയും നമ്മൾ തടുക്കുക. The defense chemicals produced by B lymphocytes as antibodies are known as immunoglobulins. This is a Y-shaped protein. അപ്പൊ ബി ലിംഫോസൈറ്റ് പ്രൊഡ്യൂസ് ചെയ്ത ആന്റിബോഡീസിനെയാണ് നമ്മൾ എന്ത് പറയുക? ഇമ്മ്യൂണോഗ്ലോബിൻസ് എന്ന് പറയുക. അത് വൈ ഷേപ്പ് ആണ്. ഓക്കെ, ദർ സ്പെസിഫിക് സൈറ്റ്സ് ഫോർ ബൈൻഡിങ് ആന്റിജൻസ് അറ്റ് ദെയർ എൻഡ്സ്. There are 5 types of immunoglobulin. ഏതൊക്കെയാ? IgA, IgD, IgE, IgM and IgG and IgM. കണ്ടില്ലേ? ലിംഫ് ഡക്റ്റ്, സ്പ്ലീന്, ലിംഫ് നോഡ്. Lymph and defense. You have already studied about the lymph. The lymph formed from the blood and reabsorbed. Lymph formed from the blood and reabsorbed into the blood has a prominent role in defense mechanism. അപ്പോൾ lymph ഇതിൽ നിന്നാണ്? ബ്ലഡിൽ നിന്ന് ഫോം ചെയ്തിട്ട് ബ്ലഡിലേക്ക് തന്നെ അത് തിരിച്ചു പോവുകയാണ് അല്ലെ? അപ്പൊ ഡിഫൻസ് മെക്കാനിസത്തിൽ മേജർ റോൾ അത് പ്ലേ ചെയ്യുന്നുണ്ട്. Lymph contains plenty of lymphocyte. ലിംഫ് എന്തൊക്കെയാണുള്ളത്? നിറച്ച് ലിംഫോസൈറ്റ്സ് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. They destroy the disease causing bacteria in lymph nodes and spleen. അപ്പോൾ എന്താ ഇത് ചെയ്യുക? ഡിസീസ് കോസിംഗ് ബാക്ടീരിയനെ ലിംഫ് നോഡ്സിലും സ്പ്ലീനിലുള്ള ഡിസീസ് കോസിംഗ് ബാക്ടീരിയനെ അത് ഡിസ്ട്രോയ് ചെയ്യും. അപ്പോൾ എന്താണ്? ലൈക്ക് ബ്രസ്റ്റ് മിൽക്ക് വാക്സിനേഷൻ 2 is right for a newborn baby. അപ്പൊ ന്യൂബോൺ ബേബീസിനൊക്കെ നമ്മൾ വാക്സിനേഷൻ കൊടുക്കുന്നില്ല അസുഖം തടയാൻ വേണ്ടിയിട്ട്. അപ്പം പാല് പോലെ തന്നെ എന്താണ്? പവിത്രമായത് തന്നെയാണ് ഇത് വാക്സിനേഷൻ. When the body itself has defense mechanism to prevent pathogen. അപ്പോൾ വാക്സിനേഷൻ എന്തിനാ? നമ്മുടെ ബോഡിക്ക് തന്നെയുണ്ട് ഡിഫൻസ് മെക്കാനിസം. But to that is strengthen it, we are giving the vaccination. Edward Jenner, an English doctor, started immunization in 1978.
He observed that people affected by cowpox escaped from the attack of cowpox. അല്ലേ ഇങ്ങനെ വാക്സിനേഷൻ കൊടുത്തപ്പോൾ എന്ത് സംഭവിച്ചു? കൗപോക്സിൽ നിന്നൊക്കെ ചിലവർക്ക് അറ്റാക്ക് ആയി, വാക്സിനേഷൻ എടുക്കാത്തവർ. പക്ഷേ ചിലവർക്ക് അതിൽ നിന്നും രക്ഷപ്പെട്ടു. He injected the pus taken from the cowpox patient into the body of an 8-year-old boy. The boy was affected by cowpox and recovered. After 2 months, the pus taken from a smallpox was injected into a boy. He was not affected by cowpox. Vaxa meaning cow in memory of the cowpox experiments of Jenner. അപ്പോൾ വാക്സിനേഷന്റെ പേര് കിട്ടിയത് ലാറ്റിൻ വേർഡ് വാക്സ എന്നാണ്. വാക്സ എന്ന് പറഞ്ഞാൽ കൗ എന്നാണ് അർത്ഥം. ഡിഫൻസ് മെക്കാനിസം ബിക്കം സ്ലോ when germs enter the body. അപ്പോൾ ഡിഫൻസ് മെക്കാനിസം സ്ലോ ആവും അല്ലേ? ജേംസ് ഒക്കെ നമ്മുടെ ശരീരത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഡിഫൻസ് മെക്കാനിസം ഒക്കെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യും. ദിസ് കോസസ് സ്പ്രെഡ് ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ജേംസ്. അപ്പൊ ജേംസിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ എന്താണ് പ്രവണത കൂടും. അപ്പൊ ഇമ്മ്യൂണൈസേഷൻ എന്ന് പറയുന്നത് ഒരു ആർട്ടിഫിഷ്യൽ മെത്തേഡ് തന്നെയാണ്. എന്തിനു വേണ്ടിയിട്ട്? ഡിഫൻസ് സെൽസ് അലേർട്ട് അഗൈൻസ്റ്റ് അറ്റാക്ക് ഓഫ് പാത്തോജൻസ്. പാത്തോജൻസിന്റെ ആക്രമണം തടയാൻ വേണ്ടിയിട്ടാണ് ഇമ്മ്യൂണൈസേഷൻസ് നമ്മൾ ചെയ്യുന്നത് അല്ലെ? ആർട്ടിഫിഷ്യൽ മെത്തേഡ് ടു ദ ഡിഫൻസ് സെൽസ്. Vaccination are the substances used for artificial immunization. Any one of the components from alive or dead or neutralized germs, neutralized toxins or cellular parts will be component of the vaccine. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ കൗപോക്സിന്റെ പക്സ് ആണ് നമ്മൾ യൂസ് ചെയ്തിരുന്നത്. Likewise, we are taking the similar parts. This acts as antigens that stimulate the defense mechanism of the body. Antibodies are formed in the body against. അപ്പോൾ ആന്റിജൻ പ്രവേശിക്കുമ്പോൾ എന്താണ്? ആന്റിബോഡീസ് കൊടുക്കും അല്ലെ? അതിനെ എഗെയിൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ. ഫ്യൂച്ചർ പ്രൊട്ടക്ട് ദ ബോഡി. അപ്പം ഇപ്പൊ ഒരേപോലത്തെ നമ്മൾ ആന്റിബോഡി സപ്ലൈ ചെയ്ത ശേഷം ഫ്യൂച്ചറിൽ ഇതുപോലെ ഒരു അസുഖം പിന്നെയും വരികയാണെങ്കിൽ ഈ ആന്റിബോഡീസ് ഇഫ് പ്രസന്റ് മേ റിയാക്ട് ടു ഇറ്റ്. നാഷണൽ ഇമ്മ്യൂണൈസേഷൻസ് അല്ലെ? Prepare poster highlighting the importance of immunization and exhibiting in the classroom. That is treatment, final defense. What will happen if no treatment is taken when infected with the disease? Treatment in the final stage, and that is Ayurveda, Siddha, Unani, Naturopathy, Homeopathy, every type of medicines is there. Ayurveda is famous treatment of that is emerged from India. Maintain efficient and healthy body. In order to maintain the efficient and healthy body, we are using this Ayurvedic treatment. In various parts of the body, that is method of treatment have evolved in accordance with the lifestyle. Siddha Vaidya, Panchakarma, Unani, Naturopathy, they are the traditional treatment involved, and homeopathy is a method treatment by the German doctor Samuel Hahnemann. Hippocrates paved the way to modern medicine. He began a treatment system that discarded superstitious beliefs and emphasized only on pathogens, diagnosis and medicines. Stethoscope, thermometer and signomanometer. Modern medicine, it is far advanced in the field of treatment. Then equipment and their uses, that is electroencephalogram, EEG, to record electric waves in the brain. അപ്പോൾ ബ്രെയിനിൽ ഉണ്ടാവുന്ന ഒരു ഇലക്ട്രിക് മൂവ്മെന്റ്സും ഇലക്ട്രിക് വേവ്സിനെയും റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? electroencephalogram, that is EEG we are using. ECG, that is record the electric waves in the heart muscle. Ultrasound scanner to understand the structure of internal organs using ultrasonic sounds. CT scanner, computer tomography scanner to get 3-dimensional visuals of internal organs. ഇല്ലേ 3-dimensional visual കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ എന്താണ്? with the help of computer using X-rays. MRI, that is magnetic resonance imaging scanner to get 3-dimensional visuals of internal organs. അപ്പോൾ EEG പറയുന്നത് brain, ECG heart, USG, that is internal organs, CT 3-dimensional visuals, MRI also same, the 3-dimensional of internal organs. Next is the level that we has to study. അപ്പോൾ ഈ ലെസന്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അല്ലെ? ഓരോന്നിനും എന്താണ്? a specified level it is being given. So we can see report complete blood count, that is hemoglobin, it is having a test report of 12.2. അതെന്താണ്? ഇത് ചില ടെസ്റ്റ് റിപ്പോർട്ടാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഏതൊക്കെയാ? ഹീമോഗ്ലോബിൻ, വൈറ്റ് ബ്ലഡ് സെൽ, റെഡ് ബ്ലഡ് സെൽസും പ്ലേറ്റ്ലെറ്റ്സും.
അപ്പോൾ ടെസ്റ്റ് റിപ്പോർട്ട് വി ക്യാൻ റീഡ് ഹിയർ. ദ നോർമൽ വാല്യൂ എത്രോട്ട് വരാം? 12 to 17. വൈറ്റ് ബ്ലഡ് സെൽ 5,000 to 10,000. RBC 45 lakhs to 60 lakhs per ml of blood. Number of platelets 2.3 lakhs to 3.5 lakhs. Okay. വാക്സിനേഷൻ ആൻഡ് ഡിസീസ് അല്ലേ? ഏതൊക്കെ ടൈപ്പ്? നമ്മൾ പലതരം വാക്സിനേഷൻ എടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ കൊറോണയ്ക്ക് വേണ്ടിയും 2 തരം വാക്സിനേഷൻ എടുത്തു. അതുപോലെ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന വാക്സിനേഷൻ ആണ് BCG. BCG എന്തിനു വേണ്ടിയിട്ട്? ജനിച്ച 3 ദിവസത്തിന്റെ ഉള്ളിൽ തന്നെ നമ്മൾ BCG അല്ലേ, ട്യൂബർക്ലോസിസ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് BCG വാക്സിൻ കൊടുക്കുന്നത്. പിന്നെ OPV, ഇറ്റ് ഈസ് കോമൺ അല്ലേ, എല്ലാവരും കേട്ടിട്ടുണ്ടാവും OPV വാക്സിനേഷൻ. എന്താ അത്? ഓറൽ പോളിയോ വാക്സിൻ അല്ലെ, പോളിയോ വാക്സിൻ ആണത്. പിന്നെ പെൻഡാവാലന്റ് എന്ന് പറയുമ്പോൾ തന്നെ ഉണ്ട് അതിൽ 5 തരം ഡിസീസിനുള്ളത്. ഏതൊക്കെയാ അത്? ഡിപ്തീരിയ, പെർട്ടൂസിസ്, ദെൻ ടെറ്റനസ്, ഹെപ്പറ്റൈറ്റിസ് ബി, ഹീമോഫൈലസ് ഇൻഫ്ലുവൻസ ടൈപ്പ് ബി, ഇതൊക്കെയാണ് അതിൽപ്പെട്ട അസുഖങ്ങൾ. MMR, മീസിൽസ്, മംസ് ആൻഡ് റുബല്ല. TT, tetanus vaccine. These are the vaccine which we are giving to the childs. Okay. Then coming it is the sections, that is specialization related areas. ഏതൊക്കെയാ അത്? കാർഡിയോളജി എന്തുമായിട്ട് ട്രീറ്റ്മെന്റ് ഓഫ് ഹാർട്ട് അല്ലെ, ഹാർട്ടിനുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതാണ് കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ്. ദെൻ ഡോക്ടർ കൺസൾട്ടിങ് ഈസ് കാർഡിയോളജിസ്റ്റ്. പിന്നെ ട്രീറ്റ്മെന്റ് ഓഫ് ഐ നോക്കുന്നത് എവിടെയാ? ഒപ്തമോളജി. Then those who treat that, it is the doctor treating, it is the ophthalmologist. Neurology, it is related to the brain and the spinal cord. Cancer treatment എവിടെയാ നമ്മൾ പോവുക? ഓങ്കോളജിസ്റ്റിന്റെ അടുത്ത് പോകും അല്ലേ. And the study related to this is oncology. ENT, very familiar, ear, nose and throat. Okay. And next is the antibiotics. Medicines are extracted from microorganisms അല്ലേ. മെഡിസിൻസ് നമ്മൾ ഇതിൽ നിന്നൊക്കെ ഉണ്ടാക്കുന്ന മൈക്രോ ഓർഗാനിസം ലൈക്ക് ബാക്ടീരിയ, ഫംഗി എക്സെട്ര യൂസ് ടു ഡിസ്ട്രോയ് ദ ബാക്ടീരിയ കോൾഡ് ആന്റിബയോട്ടിക്സ് അല്ലെ. ചില ബാക്ടീരിയ ഡിസ്ട്രോയ് ചെയ്യാൻ ബാക്ടീരിയയിൽ നിന്ന് തന്നെ നമ്മൾ മൈക്രോ ഓർഗാനിസംസിനെ ജനറേറ്റ് ചെയ്യും. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ആന്റിബയോട്ടിക്സ് എന്ന് പറയുക. എക്സ്റ്റേണലി ആൻഡ് ഇന്റേണലി. ഇറ്റ് വാസ് അലക്സാണ്ടർ ഫെംലിംഗ് ഹു ഫസ്റ്റ് ഡിസ്കവേർഡ് ആന്റിബയോട്ടിക്സ് അല്ലെ. ആന്റിബയോട്ടിക് എന്ന വാക്ക് ആദ്യമായിട്ട് ഡിസ്കവർ ചെയ്തത് ആരാണ്? ആന്റിബയോട്ടിക് ഡിസ്കവർ ചെയ്തത് ആരാണ്? അലക്സാണ്ടർ ഫെംലിംഗ് ആണ് അല്ലെ. എന്താ അദ്ദേഹം കണ്ടുപിടിച്ച്? പെൻസിലിൻ നൊട്ടാറ്റം എന്ന ഒരു ഫംഗസ് ഹാസ് എബിലിറ്റി ടു ഡിസ്ട്രോയ് ബാക്ടീരിയ. പെൻസിലിൻ നൊട്ടാറ്റം എന്ന് പറയുന്ന ഒരു ഫംഗസിനെ ബാക്ടീരിയ ഡിസ്ട്രോയ് ചെയ്യാനുള്ള ഒരു കഴിവ് കണ്ടെത്തി. ആരത്? അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ് അത് കണ്ടെത്തിയത്. കേരള ബിക്കം എ മോഡൽ അഗെയിൻ. കർസാപ്, ദാറ്റ് ഈസ് കേരള ആന്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ് സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാൻ സബ്മിറ്റഡ് ഓൺ October 2018 is another example of Kerala model. എന്താ അത്? Plans to fight against the resistance of microbe towards medicines. അപ്പോൾ സൗത്ത് ഏഷ്യയിലെ തന്നെ, സൗത്ത് ഈസ്റ്റ് നാഷനിൽ തന്നെ ആദ്യമായിട്ട് പ്രസന്റ് ചെയ്തത് കേരളമാണ്. Okay. Then coming to this side. Though antibiotics are effective medicines, their regular use create many side effects അല്ലേ. അതിനെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? കുറെ സൈഡ് എഫക്റ്റ് ഒക്കെ അത് ഉണ്ടാക്കാറുണ്ട്. റെഗുലർ യൂസ് ഡെവലപ്പ് ഇമ്മ്യൂണിറ്റി ഇൻ പാത്തോജൻസ് അഗെയിൻസ്റ്റ് ആന്റിബയോട്ടിക്. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഡെവലപ്പ് ഇമ്മ്യൂണിറ്റി ഇൻ പാത്തോജൻസ് അഗെയിൻസ്റ്റ് ആന്റിബയോട്ടിക്സ്. ഡിസ്ട്രോയ് യൂസ്ഫുൾ ബാക്ടീരിയ ഇൻ ദ ബോഡി അല്ലെ. നമ്മുടെ ദേഹത്തിന് ആവശ്യമായ ചെറിയ ബാക്ടീരിയ ഒക്കെ ആവശ്യമുണ്ട്. ചില മൈക്രോ ഓർഗാനിസത്തിനൊക്കെ അവർ സ്വയം നശിപ്പിക്കും. പക്ഷെ ഈ ആന്റിബയോട്ടിക് നമ്മൾ തുടരെ എടുക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കുക? ഈ അത് നമ്മുടെ ദേഹത്തിലുള്ള ബാക്ടീരിയ തന്നെ ഡിസ്ട്രോയ് ചെയ്യും. Antifungal medicines are used to destroy fungi and antiviral medicines are destroyed to control virus. അല്ലെ, ഫംഗൈ മെഡിസിൻസ് ആന്റിഫംഗൽ ഫംഗൈനും ആന്റിവൈറൽ വൈറസിനും. Is it advisable to use antibiotic without the recommendation? No, without the recommendation we should not take. First aid. Can we save the victims of accidents? അല്ലെ, എന്താ ഫസ്റ്റ് എയ്ഡ് കൊടുത്തിട്ട് നമുക്ക് ഡോക്ടറെ കാണുന്ന മുമ്പ് തന്നെ അവരെ സേവ് ചെയ്യാൻ പറ്റും. എന്താ പെട്ടെന്ന് ഒരാൾ കുഴഞ്ഞു വീടുകയാണ്, അപ്പൊ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ കൊടുക്കുക. പിന്നെ എന്താണ്, കയ്യിൽ എന്തെങ്കിലും ഫ്രാക്ചർ സംഭവിക്കുകയാണെങ്കിൽ ഒരു സപ്പോർട്ട് വെച്ചിട്ട് അതിനെ കെട്ടിക്കൊടുക്കുക. പിന്നെ എന്തെങ്കിലും ട്രക്കയിൽ സ്റ്റക്ക് ചെയ്തിരിക്കുകയാണെങ്കിൽ സ്റ്റൊമക്കിലേക്ക് അല്ലെ, ബാക്കിൽ നിന്ന് സ്റ്റൊമക്കിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്യുമ്പോൾ എന്താവും? they will experience a relief. Blood transfusion, the transfer of blood from one person to another, അതിനെയാണ് നമ്മൾ എന്താ അല്ലെ, ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് കൊടുക്കുന്നതിനെയാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുക. Analyze each point and formulate inferences.
regarding precautions. Notice board in the people in the age group 18 to 60 can donate blood. അല്ലെ 18 തൊട്ട് 60 വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ബ്ലഡ് ഡൊണേഷൻ ക്യാൻ ബി ഡൺ വൺസ് ഇൻ 3 months അല്ലെ. എന്താണ് 3 മാസത്തിൽ ഒരിക്കൽ നമുക്ക് ബ്ലഡ് ഡൊണേഷൻ ചെയ്യാൻ പറ്റും. നോ പ്രോബ്ലം ഇൻ ദ ഡോണേഴ്സ് ഹെൽത്ത് അല്ലെ. ഡോണറുടെ ആരോഗ്യത്തിന് അതൊരു പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യാറില്ല. പിന്നെന്താ ആരൊക്കെ ഡൊണേറ്റ് ചെയ്യാൻ പാടാത്തത്? പ്രഗ്നന്റ് വുമനും ലാക്ടേറ്റിംഗ് വുമനും ആർ നോട്ട് അഡ്വൈസ്ഡ് ടു ഡൊണേറ്റ് ബ്ലഡ് വിച്ച് ആർ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. അവർക്ക് എന്താണ് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പാടില്ല. Let us examine each type of blood group in human beings. ഏതൊക്കെയാ? ബ്ലഡ് ഗ്രൂപ്പ് എ ആന്റിജൻ എന്താണ്? എ ആന്റിജൻ. ആന്റിബോഡി ബി. ബ്ലഡ് ഗ്രൂപ്പ് അപ്പൊ ഏതൊക്കെ ടൈപ്പ് ബ്ലഡ് ഗ്രൂപ്പ്സ് ഉണ്ട്? എ ബി ആൻഡ് ഒ. എ ഇറ്റ് ഈസ് ഹാവിംഗ് ആൻ ആന്റിജൻ എ, ബി ആന്റിജൻ ബി, എ ബി ഗ്രൂപ്പ് ആന്റിജൻ എ ആൻഡ് ബി, ഒ ഇറ്റ് ഈസ് ആന്റിജൻ നില്ല്. ആന്റിബോഡി ആണെങ്കിൽ എന് ബിയും ബിക്ക് എയും, എ ബി ആണെങ്കിൽ നില്ല്, ഒ ആണെങ്കിൽ എ ആൻഡ് ബി. The basis of blood grouping is the presence of antigen A, antigen B in red blood cells. Blood group of a person is named according to the antigen present in the person's blood. എന്ത് ടൈപ്പ് ആന്റിജൻ ആണോ അതിൽ പ്രസന്റ് ആയിരിക്കുന്നത് അതിന്റെ ബേസിസിലാണ് ബ്ലഡ് ഗ്രൂപ്പ്. Blood transfusion, certain antibodies present in the blood plasma are of special importance. Blood transfusion നടക്കുന്ന സമയത്ത് എന്താണ്? ചില ആന്റിബോഡി ഉണ്ടാവും അല്ലെ ബ്ലഡ് പ്ലാസ്മയില്, അതിനാണ് ഇമ്പോർട്ടൻസ്. In blood group A, antibody B, in blood group B, antibody A are present. In addition to antigen A and B, another antigen called അല്ലെ എയും ബിയും കൂടാതെ തന്നെ വേറൊരു ആന്റിജൻ ഏതാണ്? ആന്റിജൻ ഡി ഓർ RH ഫാക്ടർ ഇറ്റ് ഈസ് പ്രസന്റ്. അപ്പൊ എയും ബിയും കൂടാതെ തന്നെ വേറെ ആന്റിജൻ ഏതാ? ആന്റിജൻ ഡി അല്ലെങ്കിൽ RH ഫാക്ടർ ഇറ്റ് ഈസ് പ്രസന്റ് ഇൻ ദ cell membrane of the red blood cells of certain cell membrane of red blood cells of certain persons. The blood group in which RH factor is present അല്ലെ. RH factor present ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയാ. വിത്തൗട്ട് RH ആണെങ്കിൽ നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയും. പിന്നെ ഫോറിൻ ആന്റിജൻ റീച്ചസ് വൺസ് ബ്ലഡ് അല്ലെ. ഏതെങ്കിലും ഒരു ആന്റിജൻ നമ്മുടെ ബ്ലഡിലേക്ക് റീച്ച് ചെയ്യുമ്പോൾ ഇറ്റ് സ്റ്റിമുലേറ്റ് ദ ഡിഫൻസ് മെക്കാനിസം. ഓൺ റിസീവിംഗ് അൺമാച്ചിങ് ബ്ലഡ്, അൺമാച്ച് ചെയ്ത ബ്ലഡ് ആണ് നമ്മൾ റിസീവ് ചെയ്യുന്നതെങ്കിലോ ആന്റിജൻ പ്രസൻസ് ഇൻ ദ ഡോണേഴ്സ് ബ്ലഡ്, ആന്റിബോഡി പ്രസന്റ് ഇൻ ദ റെസിപ്പിയൻസ് ബ്ലഡ് will react with each other അല്ലെ. അത് തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് എന്ത് സംഭവിക്കും? ഇറ്റ് ഫോം എ ബ്ലഡ് ക്ലോട്ട്, ഒരു ബ്ലഡ് ക്ലോട്ട് ഫോം ചെയ്യും. ഹെൻസ് എവരിവൺ cannot receive blood from all blood group. എല്ലാവർക്കും ബ്ലഡ് ഗ്രൂപ്പ് റിസീവ് ചെയ്യാൻ പറ്റില്ല. ഇൻഡിക്കേറ്റ് ആന്റിജൻസ് ബ്ലഡ് ഗ്രൂപ്പ്സ് RH ഫാക്ടർ. ഡിഫൻസ് മെക്കാനിസം ഇൻ പ്ലാന്റ്സ്. എന്തൊക്കെയാ ഡിഫൻസ് മെക്കാനിസം? As in animals, plants also have mechanism to prevent the entry of germs and to fight against those have already entered. അല്ലെ. വാക്സ് കവറിംഗ് എന്താണ്? ക്യൂട്ടിക്കിൾ. പ്രിവെന്റ്സ് എൻട്രി ഓഫ് ജേംസ് ത്രൂ ലീവ്സ് അല്ലെ. ജേംസ് ലീവ്സിൽ കൂടെ എൻട്രി ചെയ്യുന്നത് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. പിന്നെ ബാർക്ക് എന്താണ്? പ്രൊട്ടക്ട് ദ ഇന്നർ ലെയർ ഫ്രം ദ ഡയറക്ട് കോണ്ടാക്ട് അല്ലെ. ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് തടയും. സെൽവാൾ ആണെങ്കിലോ വെൽ എക്യുപ്ഡ് റെസിസ്റ്റന്റ് കോട്ടാണ് സെൽവാളിനുള്ളത്. കെമിക്കൽ സബ്സ്റ്റൻസ് ഏതൊക്കെയാ? ലിഗ്നിൻ, ക്യൂട്ടിൻ, സബ്മറിൻ പ്രൊവൈഡ് റിജിഡിറ്റി ടു ദ സെൽവാൾ. അപ്പൊ ഇതൊക്കെയാണ് അതിന് റിജിഡിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. ഏതൊക്കെയാ? ലിഗ്നിൻ, ക്യൂട്ടിൻ, സബ്മറിൻ. Okay, the germs that have crossed the cell wall are prevented from entering the cell membrane by cellulose, a polysaccharide formed in the cell wall. നമ്മൾ ഇതിൽ നിന്ന് എടുത്തെഴുതണം. എന്താ? വാക്സ് കവറിംഗ്, ക്യൂട്ടിക്കിൾ അല്ലെ. പിന്നെ ബാർക്ക് എന്താ? ഇന്നർ ലെയർ ഫ്രം ഡയറക്ട് കോണ്ടാക്ട് ഓഫ് പാത്തോജൻസ്. സെൽ വാളിൽ എന്തൊക്കെയുണ്ട്? ലിഗ്നിൻ, ക്യൂട്ടിൻ, സബ്മറീൻ ഉണ്ട്. അതെന്താണ്? റിജിഡിറ്റി ടു ദ സെൽ വാൾ പ്രൊവൈഡ് ചെയ്യും. Okay, the healthy constitution of body depends. അപ്പൊ ബോഡിക്ക് മാത്രമല്ല നമ്മൾ ആനിമൽസിന്റെയും പ്ലാന്റ്സിന്റെയും എല്ലാം ഇപ്പൊ how the pathogens and how to fight against as a barriers we have studied in this chapter. So if you are interested in this topic, please do like, share and subscribe my channel. Okay, thank you.